Assalamu alaikum. Hey everyone, welcome back to another video. So ഇന്നാണ് ഞാൻ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ കളിക്കാൻ പോകുന്നത്. സോ അതിൽ എനിക്ക് കിട്ടുന്നത് BMW M5 ആണ്. ഇത് ഒറ്റൊരു വണ്ടി എനിക്ക് വിൽക്കാൻ അത്ര താല്പര്യമില്ല. മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. കുറേ വണ്ടി ഉണ്ട് എനിക്ക് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല, പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടി പറഞ്ഞാൽ ഇതന്നെ M5. ഈ ഗെയിം കളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയത് M5. ഇതൊരു ഫോണിലെന്ന് പറഞ്ഞാൽ കളർ കുറച്ചുകൂടി ഡാർക്കായിട്ട് കാണുന്നത്, എനിക്കത് അറിയില്ല എന്താണ്. സോ ഈ വണ്ടീൻ്റെ കളർ എനിക്ക് കുറച്ചും കൂടി ഒന്ന് ലൈറ്റർ കളർ പോലെ ആക്കണം. ലൈക്ക് ബാക്കൊക്കെ നോക്കാം, റൂഫിൻ്റെ ഇവിടെയൊക്കെ ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയൂ, ലൈക്ക് അവിടെ ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് ലൈക്ക് തോന്നുന്നത്. അത്രക്കും ബ്ലാക്ക് ആയത് ഈ ഫോണിൽ. പിന്നെ ഇതിൻ്റെ റിംസും അങ്ങനെ തന്നെ. ഇതിൻ്റെ റിംസിൻ്റെ കളറും എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ലൈക്ക് ഇത് കുറച്ചുകൂടി കുറച്ച് ലേശം ബ്ലാക്ക് പോലെ ആക്കണം എന്ന് തോന്നുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലൈക്ക് ബാക്കോട്ട് പോകുമ്പോൾ കറക്റ്റായിട്ട് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. സോ നമുക്ക് അപ്പോൾ കളിക്കാം മൾട്ടിപ്ലെയർ. ഇത് ഇന്ത്യൻ സെർവർ വെക്കാം. ഇന്ത്യൻ സെർവർ എവിടെയാ? കിട്ടി. സ്റ്റെയറിംഗാ? വീല് വേണ്ട, ആറ് വെക്കാം. ഓ എൻ്റെ മോനെ, എന്നെ ഡ്രിഫ്റ്റഡായി അതൊക്കെ. ഇത് ബാക്ക് വീൽ ഡ്രൈവാ. റിയർ വീൽ ഡ്രൈവിനെ ഓൾ വീൽ ഡ്രൈവ് ആക്കി വെക്കാം. ഞാൻ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ജാസ്തി എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, മറ്റേ മാനുവലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കളിക്കാം. ഗൈസ്, ഇതാണ് ഈ ഇന്ത്യൻ സെർവറിൽ എല്ലാ ആൾക്കാർ കാർ മീറ്റിക്ക് വരുന്ന ഒരു സ്പോട്ടായത്. കാർ മെക്കാനിക്കൽ, കാർ വാഷ്, ഇത് തന്നെ സ്പോട്ട്. ഇവിടെ തന്നെ എല്ലാവരും വരുന്നത്. കാർ വാഷും കാർ മെക്കാനിക്. ലൈക്ക് വേറെ മാപ്പിലൊക്കെ ഞാൻ കണ്ടത് മറ്റേ കാർ സെയിൽ ചെയ്യുന്ന അവിടെയാണ് മെയിനായിട്ട് കാർ മീറ്റ് വെക്കുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടി പാങ്ങുണ്ട്. ലൈക്ക് ഈ ഒരു സ്പോട്ടിൽ വണ്ടി വെക്കുന്ന എല്ലാ വണ്ടീനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നമുക്ക് മറ്റേ ഇതൊന്ന് നോക്കിയേക്കാം. ബീമർ ഒന്ന് നോക്കാം. ഈ BMW കേല. ഓ, ഈ വണ്ടിയിൽ ഈ മോഡിഫൈ ഉണ്ടല്ലോ, ഈ വണ്ടിയിൽ മോഡിഫൈ കാണാൻ കുറച്ചും കൂടി മറ്റേ ഹോണ്ട സിവിക്കിൻ്റെ പോലെ ഉണ്ട്. മറ്റേ എക്സ് ഒക്കെ ഉണ്ടല്ലോ ബാക്കിലൊരു എക്സ് എന്ന് റാപ്പിട്ടിനല്ല ഗ്ലാസിൻ്റെ മേലെ, അതൊക്കെ കാണാൻ ഹോണ്ട സിവിക്ക. ഞാനിത് ചെയ്തെന്ന് തോന്നുന്നു എൻ്റെ സിവിക്കിൽ. ഇതേ കളറാണ് എൻ്റെ മറ്റേ മെർസിഡീസിൻ്റെ കോയിനാ അല്ലെങ്കിൽ ക്യാഷാ വണ്ടി, എനിക്കതെന്തെന്നറിയില്ല. കോയിൻ എന്നാണ് തോന്നുന്നത്. ക്യാഷിൻ്റെ വണ്ടിയാണ് എനിക്ക് തോന്നുന്നത്. ക്യാഷിൻ്റെ ലൈക്ക് റിയൽ മണി കൊടുത്തിട്ട് എടുക്കുന്ന മറ്റേ ബെൻസിൻ്റെ മറ്റേ കാറോ ഇതേ കളറാണ് ചെയ്ത്. ഓറഞ്ച് പിന്നെ വൈറ്റ് റിംസ്. അത് പൊളിയായിട്ടുണ്ട് സാധനം. ഞാൻ കാണിച്ചു തരാം. ഇതേ ബെൻസ് എൻ്റെ അടുത്ത്, ഇതേ ബെൻസ് ഉണ്ട് സെയിം ആയിട്ട്. ഇതേ വണ്ടി ഞാൻ അതേപോലെ കസ്റ്റമൈസിന് ഓറഞ്ച് വണ്ടി പിന്നെ വൈറ്റ് റിംസ് ആയിട്ട്. സോ
എന്നാൽ നമുക്ക് പോവാം. നമുക്ക് ഈ വണ്ടീനെ മെയിനായിട്ട് ടോപ്പ് സ്പീഡ് ഒന്ന് അടിച്ച് നോക്കാം. മറ്റേ ഹൈവേൻ്റെ സൈഡ് പോകണം. ഹൈവേൻ്റെ സൈഡ് പോകണമെങ്കിൽ ടോപ്പ് സ്പീഡ് കറക്റ്റായിട്ട് അറിയും. ഇവിടെ അത്ര അറിയില്ല. ലൈക്ക് ഇവിടെ എല്ലാ സാധനം അധികമൊക്കെ റോഡിലിങ്ങനെ സ്പീഡ് അടിക്കുമ്പോൾ എന്നൊക്കെ തട്ടിയിട്ട് അപ്പുറത്തിലാവും. ഇവിടെ എത്ര ടോപ്പ് സ്പീഡ് അടിക്കൂ? ഞാൻ ഒരു കാറ് എടുക്കാം, മറ്റേ ഓട്ടോമാറ്റിക് ഓട്ടോ ഗിയർ നിങ്ങൾ യൂസ് ചെയ്ത ഈ വണ്ടി പോകുന്ന സ്പീഡെന്ന് വെച്ചാൽ എൻ്റെ മോനെ ഇത് നിൽക്കുന്നില്ല. നിന്ന് ഈ വണ്ടി ഓട്ടോ ഗിയർ ഇട്ടിട്ട് ഓട്ടിന്ന് വെച്ചാൽ നിങ്ങളെ വണ്ടി മെയിനായിട്ട് ഒരു 300 സ്പീഡ് 315 അത്ര പോകുന്നു. ഈ വണ്ടിനെ മാനുവലാക്കിയിട്ട് ഓട്ടിയെങ്കിൽ ഈ വണ്ടി ഒരു 450 അടുത്ത് തോളം അടിക്കും. അമ്മാതിരി സാധനമായിട്ട് ലൈക്ക് 100 സ്പീഡ് ജാസ്തി പോകും ഈ വണ്ടി. ഗ്യാസ് ഒന്നും ഇല്ല, നല്ലോണം ഫ്യൂലൊക്കെ അടിച്ചിട്ട് നമുക്ക് മറ്റേ ഹൈവേയിലെ മാപ്പിലേക്ക് കയറാം. ലൈക്ക് ഹൈവേൻ്റെ മാപ്പാണ് എനിക്ക് ജാസ്തി സ്പീഡ് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് ഗൈസ് അപ്പോൾ ഹൈവേയിൽ ഹൈവേക്കെത്തി. ഞാൻ ഇംഗ്ലീഷ് മാപ്പിലാണ് ഞാൻ ഹൈവേക്ക് ഇത് വെച്ചാൽ. സോ അതെ, മറ്റേ ചൈനീസ് അവിടെ ആ സെർവറൊക്കെ വെച്ചിട്ട് മാപ്പ് നമ്മൾ കളിച്ചെങ്കിൽ മെയിനായിട്ട് ഗ്ലിച്ച് വണ്ടി, ജാസ്തി ഗ്ലിച്ച് വണ്ടി ഉണ്ടാകുന്നത് അതിൽ. അത് എനിക്ക് ആരും സെയിൽ ചെയ്തിട്ടില്ല അതിൽ, ബട്ട് ഗ്ലിച്ച് വണ്ടി കുറച്ച് ജാസ്തി ഉണ്ടാകുന്നത്. കണ്ടിട്ടില്ല. എൻ്റെ മോനെ ഇതടിക്കും മറ്റേ ഗ്ലിച്ച് വണ്ടിയാണ് 414 BHP. പിന്നെ എത്ര RPM അല്ല, RPM അല്ല, ന്യൂട്ടൺ മീറ്റർ ടോർക്ക്, അതെത്ര എനിക്കറിയില്ല. ഇതിൽ മറ്റേ ഇംഗ്ലീഷ് സെർവറിലും അങ്ങനെ കുറേ ആളൊക്കെ ഉണ്ട്. ബീച്ചയുടെ വണ്ടി തന്നെ കുറച്ച് ജാസ്തി കാണാറ്. അത് പൊളിച്ച് കേട്ടോ, ആ സാധനം പൊളിച്ച്. മറ്റേ ഇതിൻ്റെ നിസാൻ്റെ ഫെയർ ലേഡി അത്. എൻ്റെ മോനെ ഈ സാധനം എടുക്കണം. ഇത് കിട്ടലില്ല, ഈ വണ്ടി ആരും സെയിൽ ചെയ്യലില്ല അത്ര. ലൈക്ക് ഈ വണ്ടി എത്ര സെയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. മെയിനായിട്ട് എനിക്കറിയില്ല, ലൈക്ക് അത് കിട്ടിയിട്ടില്ല. വെറുതെ ഫ്യൂൽ അടിക്കുന്നേ. 18 രൂപ കയറി. സോ ഇവിടുന്ന് നമുക്കൊന്ന് ടോപ്പ് സ്പീഡ് അടിക്കാമല്ലേ? ഈ മറ്റേ BMW M5 എങ്ങനെയുണ്ട് നോക്കി സാധനം. ഈ വണ്ടിയിൽ മെയിനായിട്ട് മിസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ ട്രങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ BMW ബാഡ്ജ്, അത് മാത്രം മിസ്സിങ്ങാ ഈ ഡിക്കിയിൽ. അത് എനിക്ക് എങ്ങനെ ഞാൻ മെയിനായിട്ട് മറ്റേ ഗ്രാഫിക് വർക്കൊക്കെ ചെയ്യൂ, പക്ഷേ ഒരു ഐഡിയാസ് ഇല്ലാണ്ട് ഞാൻ ചെയ്യുന്നത് എല്ലാ പണി. അപ്പം പോവാം.
400, 406, 420. വണ്ടി ആടി കളിക്കുന്നു. അതെ, 450 വരെ അടിക്കാം, ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വണ്ടി ഒരു 500 വരെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സ്പീഡ്, നല്ല റോഡ് കിട്ടിയ, കുറച്ചും കൂടി ലോങ് കിട്ടിയുണ്ട്. 465, 466, 467, 468, 470. എൻ്റെ മോനെ, എന്ത് തള്ളിപ്പൊളി ബ്രേക്കിംഗ് ഗൈസ്. ഞാൻ ആക്കിയത് എന്ത് തള്ളിപ്പൊളി ബ്രേക്കിംഗാ. ഞാൻ കൺട്രോൾ ചെയ്തിട്ടില്ല വണ്ടീനെ. എനിക്ക് മറ്റേ ഇതിൻ്റെ ഈ മറ്റേ സ്റ്റിയറിങ്ങിൻ്റെ ഈ ആരോസ് ഇതൊക്കെ തൊട്ടാണ് വണ്ടി മെയിനായിട്ട് കയ്യിലെത്തുന്നത്. അങ്ങനത്തെ ബ്രേക്കിൽ ഞാൻ അങ്ങനത്തെ ജാസ്തി യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല, കുറേ ദിവസമായി ഗെയിം കളിക്കാണ്ട്. ലൈക്ക് ഒരു മാസത്തോളമായി. നമുക്കൊന്ന് അവിടെ മറ്റേ സെല്ലിങ് സ്പോട്ട് പോവാം. എന്നിട്ട് മറ്റേ ഇതൊക്കെ ഉണ്ടാകും നോക്കാം. ഗ്ലിച്ചായിട്ടുള്ള വണ്ടിയൊക്കെ കുറേ പേരുണ്ട് അങ്ങനത്തെ സെയിൽ ചെയ്യുന്നത്. വണ്ടികൾ കിട്ടുന്നതെന്ന് വെച്ചാൽ അമേരിക്ക അല്ല, മറ്റേ വണ്ടി വേണമെന്ന് വെച്ചാൽ മറ്റേ ഇവിടെയൊക്കെ നോക്കിയാൽ കിട്ടും. ആ ഡ്രിഫ്റ്റൊക്കെ മറന്നല്ല. ഇപ്പോൾ ഞാൻ യൂട്രിൻ അടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രിഫ്റ്റൊക്കെ ഇടലുണ്ടായി ഞാൻ പണ്ട്. അതൊക്കെ മറന്നുപോയി. അതൊക്കെ അതിലൊക്കെ ഇപ്പോൾ റോങ് ആയിട്ടാണ് കുറച്ചും കൂടി ജാസ്തി വണ്ടി ഇതാണ്. ഗെയിം കളിക്കാണ്ടിരുന്നപ്പോൾ അത്രയൊക്കെ മറന്നുപോയി. ഓക്കെ, ഇതാണ് M5. അത് വേണ്ട. പോഷ 911 സാധനം എൻ്റെ അടുത്തുണ്ട്. ഇത് 911 ആണെന്ന് അറിയില്ല, 1999 ആ മോഡൽ വണ്ടി അത് തോന്നുന്നു. ആറിൻ്റെ വണ്ടിയല്ല, സെയിലിന് ലോബിയിലൊക്കെ വന്ന്. സോ ഇതന്നെയാണ് ഇത്ര ഈ വണ്ടീൻ്റെ റിവ്യൂ എന്ന് വെച്ചാൽ. ലൈക്ക് നല്ല വണ്ടിയായത്. ലൈക്ക് എൻ്റെ വണ്ടി അത്ര ടോപ്പ് ഇതൊന്നും ആയിട്ടില്ല, ഫുള്ളി മാക്സ് ആയിട്ടില്ല മറ്റേ ഇത് HP ഒന്നും. പക്ഷേ PHP അത്ര മാക്സ് ആയിട്ടില്ല. പക്ഷേ വണ്ടീൻ്റെ 925 തന്നെ ഇത്രയൊക്കെ പോകുമെന്ന് വെച്ചാൽ ഭയങ്കര തന്നെ. ഈ വണ്ടി 400 സംതിങ് ഒക്കെ അടിക്കുകയെന്ന് വെച്ചാൽ ഏത് വണ്ടി എനിക്ക് ട്രൈ ചെയ്തിട്ടില്ല ഞാൻ മെയിനായിട്ട്. പക്ഷേ ഈ വണ്ടി നല്ല വണ്ടിയാണ്. അത് അത്ര പവർഫുള്ള്, ലൈക്ക് ഡ്രിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല വണ്ടിയാണ്. ലൈക്ക് ടയർ സ്പിന്നൊക്കെ ആവും ഭയങ്കര ഫാസ്റ്റായിട്ട്. വേറെ വണ്ടിയിലാണ് ഞാൻ അത്ര ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനത്തെ സംഭവം. ലൈക്ക് ബർണൗട്ട്, ഡ്രിഫ്റ്റ്, ഇപ്പോൾ ഇങ്ങനെ വണ്ടിയൊക്കെ തിരിച്ചിട്ട് ഇത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അത്ര പെട്ടെന്ന് ഡ്രിഫ്റ്റ് ആവും. വണ്ടീൻ്റെ ബാക്ക് വീലൊക്കെ സ്പിന്ന് ചെയ്യും. സോ ഇത് വണ്ടി അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഇത്. അടിപൊളി. സോ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സോ ബൈ.